മുഖ്യധാര മാധ്യമ അടുക്കളയിൽ ഉണ്ടാക്കിയ കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ചിട്ട് ഇന്നലെ പോളിംഗ് ബൂത്തിലേക്ക് പോയി എല്ലാവരും വോട്ട് ചെയ്തപ്പോൾ പോളിംഗ് ശതമാനം ഇത്തിരി കുറഞ്ഞുപോയി. ഇത്തിരിയല്ല, കാര്യമായിട്ട് കുറഞ്ഞു. ലോക്സഭാ മണ്ഡലത്തിൽ വയനാട്ടിൽ അതിൻ്റെ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം 2009 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ആർക്ക് വേണ്ടി? പ്രിയങ്ക ഗാന്ധി വദ്രയ്ക്ക് വേണ്ടി. ആളുകൾക്ക്, വോട്ടർമാർക്ക്, വയനാട്ടിലെ വോട്ടർമാർക്ക്, ജനങ്ങൾക്ക് ഒരു മടുപ്പ് തോന്നി എന്നതുകൊണ്ടാണല്ലോ പോളിംഗ് ശതമാനം കുറഞ്ഞത്. മുൻ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വളരെ താഴേക്ക് പോയി. വെറും 64.71% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അതായത് സമീപകാല ചരിത്രത്തിലെ വയനാട്ടിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ്. അപ്പോൾ ഇത്രയധികം വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്താതെ പിടിച്ചു നിർത്തിയത്, വീട്ടിൽ തന്നെ ഇരുത്തിയത് എന്തൊക്കെ കാരണങ്ങളാവാം, എന്തൊക്കെ സാഹചര്യങ്ങളാവാം? തീർച്ചയായും വയനാട്ടിലെ ഇത്തവണത്തെ ഇലക്ഷന് മുന്നോടിയായിട്ട് അവിടെ ഉണ്ടായ ഇന്ത്യയിലെ തന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം, 400-ലധികം പേർക്ക് ജീവൻ നഷ്ടമായി. വസ്തുവകകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ വേറെ എത്രയോ അധികം. അതൊന്നും അഡ്രസ്സ് ചെയ്യാത്ത ഒരു കേന്ദ്ര ഭരണകൂടം പലതവണ ആവശ്യപ്പെട്ടിട്ടും, ഇത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്ത് മടുത്ത വിഷയമാണ്. എന്നാൽ പോലും ഇലക്ഷൻ കാലമായിട്ട് പോലും കേന്ദ്രത്തിൽ നിന്ന് ന്യായമായ ഒരു പൈസ പോലും വയനാട്ടിലെ ദുരിതാശ്വാസത്തിന്, ചൂരൽമലയിലെ ഒക്കെ ഇതിന് കിട്ടാതെ പോയി, തന്നില്ല. അപ്പോൾ അതിൻ്റെ മടുപ്പ് ജനങ്ങൾക്കുണ്ട്. പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ കാണാൻ ആൾക്കാർ കൂടി. അതിന് പല കാരണങ്ങളുണ്ടാവാം. എന്തായാലും പോളിംഗ് ശതമാനം കുറഞ്ഞു. അപ്പോൾ BJPയുടെ വോട്ട് നിലയിൽ കാര്യമായ പരിക്ക് സംഭവിക്കും. ജനങ്ങളുടെ പ്രതിഷേധം ഈ കുറഞ്ഞ പോളിംഗിൽ വന്നിട്ടുണ്ട്. പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷ വർദ്ധിപ്പിക്കൽ കാമ്പയിൻ കോൺഗ്രസ്സുകാരുടെ ഏത് അറ്റം വരെ എത്തുമെന്ന് നമുക്ക് ഈ കുറഞ്ഞ പോളിംഗിൽ പലവിധ ചിന്താഗതികൾ അതിൽ നിന്ന് ഉയർന്നു വരാം. പിന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സത്യൻ മൊകേരി വയനാട്ടിന് ഏറ്റവും നല്ല LDF സ്ഥാനാർത്ഥി. മുമ്പ് മത്സരിച്ചപ്പോൾ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ സ്ഥാനാർത്ഥിയാണ് വയനാട്ടിൽ സത്യൻ മൊകേരി. അതുകൊണ്ട് തന്നെ മൊകേരി നല്ല രീതിയിൽ വോട്ട് പിടിക്കും എന്നതിൽ നമുക്ക് സംശയം വേണ്ട. ഇത്തവണയും പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് മത്സരിക്കുന്നതെങ്കിലും സാരിയുടെ നിറവും ഒക്കെ കണ്ട് ജനങ്ങൾ കുറച്ചുപേരൊക്കെ വോട്ട് ചെയ്തു എന്നിരിക്കലും, ഇനി ചെയ്തു പോയത് എന്നിരിക്കലും, ഈ കുറഞ്ഞ പോളിംഗിൻ്റെ ഫലം എന്താണെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് വോട്ടെണ്ണുന്നത് വരെ. ഇത്രയും പോളിംഗ് കുറയുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പിന്നെ ചേലക്കരയിലും പോളിംഗ് കുറഞ്ഞെങ്കിലും ഭേദപ്പെട്ട നിലയിലേക്ക് വന്നു. 73.57 കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2021 73.57. ഇക്കുറി അത് വെറും 72.77. അല്ല, 2021 77.4, 77.4 രേഖപ്പെടുത്തിയത് ഇക്കുറി അത് 72.77 എന്നാലും 70-ന് മുകളിൽ പോളിംഗ് നിലവാരം ഉണ്ടാക്കാൻ ചേലക്കരയ്ക്ക് കഴിഞ്ഞു. അത് ഇടതുപക്ഷത്തിനു കൂടി പ്രതീക്ഷ നൽകുന്ന പോളിംഗ് ശതമാനമാണ്. കുറഞ്ഞെങ്കിലും ഇനി അടുത്ത മാധ്യമ അടുക്കളയിൽ, മുഖ്യധാര മാധ്യമ അടുക്കളയിൽ അടുത്ത 20 വെടിക്കെട്ടിനുള്ള വിഭവങ്ങൾ ഇപ്പോൾ തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ട്. അവിടെ കൽപ്പാത്തി രഥോത്സവം നടക്കുന്നതുകൊണ്ട് 10 ദിവസം നീട്ടിവെച്ച ഇലക്ഷൻ 20-ന് നടക്കുമ്പോൾ ആ 20 വരെയുള്ള ദിവസം, ഇപ്പം ഇന്ന് 15 മുതൽ 20 വരെയുള്ള ദിവസം ചെറിയ പടക്കങ്ങൾ, ചെറുപൂരങ്ങൾ, ചെറിയ വെടിക്കെട്ടുകളൊക്കെ പ്രതീക്ഷിക്കാം. മാധ്യമ മരുന്ന് ശാലയിൽ നിന്നും, മരുന്നാണല്ലോ, വെടിമരുന്ന് ശാലയിൽ നിന്നും ചില ചെറിയ പടക്കങ്ങളും ചെറിയ പൂരങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം. മേമ്പൊടിക്ക് ഇനി പ്രധാനപ്പെട്ട ബോംബ് പൊട്ടുന്നത്, പിന്നെ ഗുണ്ട് പൊട്ടുന്നത് ഒരു 19-ന് വൈകിട്ടോ അല്ലെങ്കിൽ 20-ന് രാവിലെയോ ആവാൻ സാധ്യതയുണ്ട്. 20-ന് രാവിലെ പോളിംഗ് വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നുണ ബോംബ് ഏതാന്ന് വെച്ചാൽ പൊട്ടാൻ സാധ്യതയുണ്ട്.
ഇപ്പം ഇന്നലെ ഇ.പി. ജയരാജൻ വക ബോംബ് പൊട്ടിച്ചതുപോലെ ജയരാജന്റെ പേരിൽ, ഇ.പി. ജയരാജൻ വകയല്ല, ജയരാജന്റെ പേരിൽ മാധ്യമ അടുക്കളയിൽ ഉണ്ടാക്കിയ ബോംബ് ഇന്നലെ പൊട്ടിച്ചു. ആ പൊട്ടിച്ച ബോംബ് ചീറ്റിപ്പോയോ, അത് എത്രമാത്രം ഫലപ്രദമായി എന്നൊക്കെയുള്ളത് വോട്ടെണ്ണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ആർക്കാണ് പരിക്ക് കൂടുതൽ കിട്ടുക, LDF-നാണോ UDF-നാണോ? എന്നാൽ 20-ന് പുതിയൊരു പടക്കമല്ല, ബോംബ് ഗുണ്ട് പൊട്ടണം പാലക്കാട്. അത് തലേന്ന് രാത്രി പൊട്ടിക്കണോ, പിറ്റേന്ന് 20-ന് രാവിലെ വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് 8 മണിക്ക് മുമ്പ് പൊട്ടിക്കണോ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഒരു വിഷയം. ഇനി ഏത് മാധ്യമ അടുക്കളയിൽ നിന്നുമാണ് ഈ വേറെ വല്ല വിഭവങ്ങൾ വരുമോ, ഈ കട്ടൻ ചായയും പരിപ്പുടയും പോലെ വേറെ വല്ല വിഭവങ്ങൾ ഇനി അവിടെ പാലക്കാട്ട് അരങ്ങേറുമോ എന്നതും ഒരു ചോദ്യമാണ്. പിന്നെ ബോംബ് എവിടുന്ന്, ഏത് മാധ്യമശാലയിൽ നിന്നുമാണ്, പടക്കശാല എന്ന് പറയുന്ന പോലെ ഏത് മാധ്യമശാലയിൽ നിന്നുമാണ് പിന്നെ അടുത്ത നുണബോംബ് പാലക്കാട് പൊട്ടുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടുന്ന കാര്യമാണ്. എന്തായാലും വയനാട്ടിലും ചേലക്കരയിലും ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് പോളിംഗ് കുറഞ്ഞെങ്കിലും ഇനിയിപ്പോൾ സ്വസ്ഥമായിട്ട് എല്ലാവർക്കും വയനാട്ടിലും ചേലക്കരയിലും പോയവർക്കും ഇനി പാലക്കാട്ടേക്ക് കേന്ദ്രീകരിക്കാം. അവിടെ ഒരു കേളി രംഗമായിട്ട് മാറ്റാം. വരുന്ന 5-6 ദിവസങ്ങളിൽ ഒരു ചെറുപൂരങ്ങൾ മുതൽ അങ്ങോട്ട് വലിയ പൂരവും വെടിക്കെട്ടിലേയും ഇത് അവസാനിക്കുള്ളൂ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കുക എന്തൊക്കെയാണ് അണിയറിയിൽ ഒരുങ്ങുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം, ഈ വെടിക്കെട്ടുകാർക്ക് ഒരു തിരിച്ചടി കിട്ടിയത്, പാർട്ടി ഇടപെട്ടിട്ട് ഇ.പി. ജയരാജൻ പാലക്കാട് പ്രചാരണത്തിന് പോയിട്ട് ആത്മകഥ എന്ന് പറയപ്പെടുന്ന ഈ പുറത്തു വന്ന സാധനത്തിൽ ഇ.പി. ജയരാജൻ ഡോക്ടർ പി സരിനെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെ ആയിരുന്നല്ലോ. വയ്യാവേലിയാകും ഇടതു മുന്നണിക്ക്, CPIM-ന് എന്നൊക്കെയായിരുന്നു. പക്ഷേ പാർട്ടി നിർദ്ദേശപ്രകാരം ഇ.പി. ജയരാജൻ ഇന്ന് പാലക്കാട്ട് വന്ന് സരിന് വേണ്ടി നല്ല വാക്കുകൾ പറഞ്ഞു. സരിനൊരു വാഗ്ദാനമാണെന്ന് പറഞ്ഞു. സരിന് വോട്ട് ചെയ്യണമെന്ന് വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. അപ്പോൾ ഇന്നലെ ഈ വിളമ്പിയ കട്ടൻ ചായയും പരിപ്പൂടെയും അത് വേണ്ടത്ര ചൂടുണ്ടായിരുന്നോ ചായയ്ക്കും വടയ്ക്കും, അതോ വട വളിച്ചു പോയോ എന്നുള്ളതും ഇതിൻ്റെ അകത്തെ ഒരു തർക്ക വിഷയമാണ്. എന്തായാലും അത് വളിച്ചു പോയതിൻ്റെ ഒരു ലക്ഷണമാണ് ഇ.പി. ജയരാജൻ തൊട്ടടുത്ത ദിവസം തന്നെ പാലക്കാട്ട് പ്രചാരണത്തിനെത്തുകയും സരിന് വേണ്ടി, ഡോക്ടർ പി സരിന് വേണ്ടി വോട്ട് ചോദിക്കുകയും ചെയ്തു. ഈ ബോംബ് പൊട്ടിക്കലിലൊന്നും, ഇ.പി. ജയരാജനെ ബന്ധപ്പെടുത്തിയുള്ള ബോംബ് പൊട്ടിക്കലിലൊന്നും ഇടതുമുന്നണി തളർന്നില്ല. പകരം അടുത്ത നമ്പർ ഇടതുമുന്നണി മുന്നോട്ട് കൊണ്ടുവച്ചു കഴിഞ്ഞു. ഇനി കരുക്കൾ നീക്കേണ്ടത് മറുവശത്തു നിന്നാണ്, പ്രതിപക്ഷ വശത്തു നിന്ന് UDF അല്ലെങ്കിൽ NDA BJP എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില. വരും ദിവസങ്ങളിലെ പുതിയ നുണകളും പൂരങ്ങളും ചെറുപടക്കങ്ങളും വലിയ പടക്കങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരിക്കാം.